ഹലോ, നമ്മളിന്ന് മാമ്പഴപ്പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഇപ്പം മാമ്പഴത്തിൻ്റെ സീസണൊക്കെ ആയതുകൊണ്ടും നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു റെസിപ്പിയും കൂടി ആയതുകൊണ്ട് തന്നെയാണ് നമ്മളിന്ന് മാമ്പഴപ്പുളിശ്ശേരി വയ്ക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഒരു 2-3 ദിവസത്തെ മാമ്പഴങ്ങളൊക്കെ കിട്ടിയത് നമ്മൾ എടുത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ഇന്ന് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ പോണത്. നമുക്ക് വേണ്ട മാമ്പഴം നമ്മൾ നന്നായി കഴുകി തോലൊക്കെ ചെത്തി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം വെള്ളരിക്കയാണ്. അത് നമ്മൾ തോല് കളഞ്ഞ് ചെത്തി അരിഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് നാളികേരാണ്. നമുക്ക് വലിയൊരു മുറി നാളികേരാണ് വേണ്ടത്. നമ്മളത് ചിരവി മാറ്റി വെച്ചിട്ടുണ്ട് അടിക്കാൻ പാകത്തിലാക്കിയിട്ട്. അതിനുശേഷം നമ്മൾ വേറൊരു സാധനം കൂടി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അത് നമുക്ക് നാളെ കാണാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് എന്തായാലും ശർക്കര ഇടണം. നമ്മൾ ശർക്കര പാനി ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി ഇതിലേക്ക് ആഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കണത്. പിന്നെ നമ്മൾ നമ്മുടെ ചട്ടി എടുത്ത് നമ്മൾ ചട്ടിയിലാണ് മെയിൻലി ഇതുപോലുള്ള കറികളൊക്കെ ഉണ്ടാക്കാറുള്ളത്. നമ്മൾ നമ്മുടെ ചട്ടിയിൽ നമ്മുടെ മാങ്ങ അതുപോലെ വെള്ളരിക്ക നമ്മൾ അരിഞ്ഞു വെച്ചതും കൂടിയിട്ട് ആഡ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പാല് അത് ഇതിലേക്കുള്ളതല്ല ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹിന്റ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. പിന്നെ നമ്മൾ മാറ്റി വെച്ച മൺചട്ടിയിലത്തെ മാങ്ങ വെള്ളരിക്കയിലേക്കും കൂടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, ഒരുപാട് എരിവില്ലാത്ത തരത്തിലുള്ള മുളകും പൊടിയാണ്. കാരണം മാമ്പഴപ്പുളിശ്ശേരി പൊതുവേ മധുരമുള്ള കറിയാണല്ലോ. അപ്പോൾ നമ്മൾ അധികം എരിവില്ലാത്ത മുളകും പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, നമ്മുടെ ഒരു കണക്കിനനുസരിച്ച് നമ്മൾ എത്ര മാങ്ങയാണ് എടുക്കുന്നത് ആ ഒരു അളവിന് തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള വെള്ളരിക്ക ആയിക്കോട്ടെ ബാക്കിയുള്ള പൊടി ഐറ്റംസ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണത്. പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മാങ്ങയിലും അതുപോലെ തന്നെ എല്ലാത്തിലും നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് വേപ്പില കഴുകി നമ്മൾ ഇതിലിട്ടതിന് ശേഷം നമ്മൾ അടുപ്പത്തേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ നാട്ടിലും മാമ്പഴപ്പുളിശ്ശേരീനെ ഈ ഒരു പേര് തന്നെയാണോ പറയുക, അതോ ഇനി വേറെ എന്തെങ്കിലും പേരുകളുണ്ടോ എന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. പിന്നെ എന്തായാലും നമ്മളിങ്ങനെ തീയൊക്കെ കത്തിച്ച് നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ എന്തായാലും ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ നേരത്തെ പറഞ്ഞിരുന്നു. തേങ്ങയിൽ കുറച്ച് നല്ല ജീരകം അതുപോലെ കുറച്ച് തൈര് ഇതൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ മിക്സിയിലിട്ടിട്ട് അടിക്കുന്നത്. നന്നായിട്ട് നമുക്കത് ഫൈൻ പേസ്റ്റായിട്ട് അടിച്ച് കിട്ടണം. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയ ഒരു ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പാകമായിട്ടുണ്ടോ മധുരം ഉണ്ടോ എന്നൊക്കെ നമുക്ക് മുറിച്ച് നോക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ തിളച്ച മാങ്ങയുടെ നമ്മൾ ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നത് നന്നായി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഓൾറെഡി അരച്ച് വെച്ചിട്ടുള്ള ജാറ് കഴുകിയിട്ട് നമുക്ക് ആ ഒരു കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല രീതിക്ക് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് തിളയ്ക്കാനായിട്ട് വെക്കുക. നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വന്നു കഴിഞ്ഞാൽ തിളച്ച് വന്നതിന് ശേഷം പിന്നെ നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് നമുക്ക് ചൂടാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ചൂടായതിന് ശേഷമാണ് പിന്നെ നമുക്ക് അതിൽ താളിച്ചെടുക്കുന്ന പോലെ കടുക് പൊട്ടിക്കുന്നതിന് വേണ്ടി ബാക്കിയുള്ള സാധനം ഇടുന്നത്. നമ്മൾ ആദ്യം ഇപ്പോൾ കുറച്ച് ഉലുവ ഇടുന്നുണ്ട്. അതൊരു ചെറിയൊരു സ്പൂൺ അളവിൽ നമ്മൾ എടുക്കുന്നുള്ളൂ. പിന്നെ നമുക്കൊരു 1.5 സ്പൂൺ കടുക് എടുക്കുന്നുണ്ട്. അത് നന്നായി പൊട്ടി വരുന്ന സമയത്തോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ കുറച്ച് കറിവേപ്പില ഇടുന്നത്. നമ്മൾ ആദ്യമേ കറിവേപ്പില കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിത് കാച്ചുന്ന സമയത്ത് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പില ഇടുന്നത്. കറിവേപ്പില ഇട്ടതിന് ശേഷം ഒരു പൊട്ടിത്തെറിക്കലൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കടുകെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിത്തെറിച്ചതിന് ശേഷം നമുക്കിത് പതുക്കെ എടുത്ത് നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിയുടെ മുകളിലേക്ക് താളിച്ചൊഴിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കൊരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ ചോറൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ്. ഇന്നത്തെ റെസിപ്പി ഇതാണ്. നിങ്ങളും കൂടി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.